ശരി, സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിശദീകരിച്ചത് തന്നെയാണ്. ഈ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കില്ല, കാവ്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കില്ല, പണം അല്ലെങ്കിൽ ഫണ്ട് കിട്ടാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ്, അതായിരുന്നു സാഹചര്യം എന്നൊക്കെ ശിവൻകുട്ടിയും വ്യക്തമാക്കിയതാണ്. പക്ഷെ അപ്പോഴൊന്നും CPI പുറകോട്ട് പോയിട്ടില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നാലും അത് CPIക്ക് വലിയ വിമർശനങ്ങൾക്ക് ഇടയാകേണ്ടി വരില്ലേ? ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ലേ? ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലായിരിക്കുമോ CPI എത്തിച്ചേരാൻ പോകുന്നത്? ദിവ്യ, അതങ്ങനെയല്ല. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു PMC എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നതിനപ്പുറത്തേക്ക് തങ്ങളെ ഇരുട്ടിൽ നിർത്തി എന്നതാണ് പ്രധാനമായും CPIയുടെ ഒരു പരിഭവം. അതായത് തങ്ങളോട് ആലോചിക്കാതെ, തങ്ങളോട് ഏതെങ്കിലും തരത്തിൽ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, തങ്ങളോട് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കരാറിൽ ഒപ്പിട്ടു. അതൊരു മുന്നണി മര്യാദയുടെ ലംഘനമാണ്, ഒരു മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നതാണ് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭവം. മാത്രമല്ല, നോക്കൂ, കഴിഞ്ഞ ഡിസംബറിലും മെയ് മാസത്തിലും ഇത് മന്ത്രിസഭയിൽ ചർച്ച വന്ന സമയത്ത് CPIയുടെ മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചതാണ്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അത് അത്തരത്തിൽ ചർച്ചയിലേക്ക് പോവേണ്ട കാര്യമില്ല, കാരണം PMC പദ്ധതി അടഞ്ഞ അധ്യായമാണ്, അതിൽ ഒപ്പിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും K. രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴും പക്ഷേ ഇത് ചർച്ച ചെയ്യാനോ ഇതിലേതെങ്കിലും തരത്തിൽ മറുപടി പറയാനോ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ PMC പദ്ധതിയിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച ഒരു ധാരണ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ഈ മന്ത്രിസഭാ യോഗം നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്തു. അതായത് അപമാനിക്കപ്പെട്ടു എന്നതാണ് CPIയുടെ ഏറ്റവും വലിയ പരിഭവം. അതുതന്നെയാണ് CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മുന്നണിയുടെ മര്യാദ പാലിക്കുക, മുന്നണിയിൽ മതിയായ പരിഗണന കിട്ടുക, അതാണ് പ്രധാനപ്പെട്ട അവരുടെ ഒരു ആവശ്യം. സ്വാഭാവികമായും അക്കാര്യത്തിലുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ന് CPIക്ക് നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതായത് CPIയുടെ പരാതി പരിഹരിക്കും. ഇനി ഈ വിഷയം LDF യോഗം ചേരും, LDFന്റെ യോഗം ചേർന്ന് ഈ വിഷയം വീണ്ടും വിശദമായി ചർച്ച ചെയ്യും. വേണ്ടി വന്നാൽ CPI മന്ത്രിമാരടക്കമുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപസമിതി രൂപീകരിക്കും. ആ ഉപസമിതി ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഈ PMC പദ്ധതിയിൽ വെച്ചതിന് ശേഷം ഇനി അതിൽ നിന്ന് ഒഴിവാകാൻ, അല്ലെങ്കിൽ ആ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതൊക്കെ സംബന്ധിച്ച് ഈ ഉപസമിതി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു ഉപസമിതിയെ നിയോഗിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അതായത് CPIയുടെ കൂടി അഭിപ്രായം കൂടി കേട്ട് അവരുടെ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപസമിതി ഉണ്ടാക്കുക എന്നാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്, അതായത് ഇത്തരത്തിൽ CPI അറിയാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒപ്പുവെക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് നേരിട്ട് വിശദീകരിക്കും. എന്തായാലും ഈ ഒരു സംഭാഷണത്തോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, മഞ്ഞുരുകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPIഎമ്മിന്റെ നേതാക്കൾ പ്രധാനമായും ഉള്ളത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസാരിച്ച നേതാക്കളൊക്കെ അത്തരത്തിലൊരു ശുഭപ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും മന്ത്രിസഭയുടെ നാഥൻ എന്ന നിലയ്ക്ക്, നായകൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ വിശദീകരണവുമായി CPIയുടെ നേതാക്കളെ കാണുമ്പോൾ ആ വിഷയം പരിഹരിക്കപ്പെടും. ഈ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം ബിനോയ് വിശ്വം CPIയുടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് യോഗം വീണ്ടും വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതോടുകൂടി തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം അവസാനിക്കും. പ്രതിഷേധം അറിയിക്കും. ആ പ്രതിഷേധം അറിയിക്കുക എന്ന ആ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ CPI പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വലിയ ശക്തമായ പ്രതിഷേധം തന്നെയുണ്ട്. അത് മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കുന്നു. ഇനി ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരണം ഉണ്ടാവുന്നു. അങ്ങനെ CPIയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് കൂടി അവർക്ക് കൂടി പാകമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ബിനോയ് വിശ്വത്തെ കാണാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതാക്കളും ഉള്ളത്. അതിനുശേഷം CPI അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമായ വിഷയം തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടുത്ത തീരുമാനങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ CPI കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറയുന്ന പോലെ വീണ്ടും ഒരു നിർവാഹക സമിതി, CPI നിർവാഹക സമിതി ചേരാനും ഇടയുണ്ടോ സുനിൽ?
ഒരുപക്ഷെ സിപിഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെക്രട്ടേറിയറ്റ് യോഗമെങ്കിലും വീണ്ടും വിളിച്ചു ചേർക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ന് രാവിലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിനായി വന്ന നേതാക്കൾ ആരും തന്നെ മടങ്ങിപ്പോയിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സുനീറുമായും മന്ത്രി കെ രാജനുമായും ബിനോയ് വിശ്വം സംസാരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടത്, എത്തരത്തിലായിരിക്കണം മുഖ്യമന്ത്രിയോട് ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതെന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അന്തിമ രൂപം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് മുമ്പാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മാത്രമാണ്. അതായത് പറയാനുള്ള കാര്യങ്ങൾ CPI നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക, അവരോട് സംസാരിക്കുക എന്നതാണ് മുഖ്യമന്ത്രിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ധർമ്മം. അല്ലെങ്കിൽ രാവിലെ നടന്ന CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതും അങ്ങനെയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിഷയം CPI നേതാക്കളുമായി സംസാരിക്കട്ടെ, ആശയവിനിമയം നടത്തട്ടെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ സമവായത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്നായിരുന്നു തീരുമാനം. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു മഞ്ഞുരുകലിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അറിയാവുന്ന പോലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമൊക്കെയായി ഗൾഫ് സന്ദർശനത്തിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൊച്ചിയിൽ ഇറങ്ങേണ്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്ത് അടിയന്തര CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കുന്നു. അതിനുശേഷം ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കുന്നു. അതിനൊപ്പം എന്നാണ് CPI മന്ത്രിമാരും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒക്കെ നിലപാടെടുത്തിട്ടുള്ളത്.